കോൺഗ്രസിനെ തകർക്കാൻ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, ഓപ്പറേഷൻ കമല. എന്നാൽ ഇങ്ങ് കർണാടകയിലെത്തുമ്പോൾ ഓപ്പറേഷൻ കമലയ്ക്ക് ബദലായി ഓപ്പറേഷൻ ഹസ്ത ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഡി.കെ. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അതൃപ്തിയുള്ള ബി.ജെ.പി. ജെ.ഡി.എസ്. നേതാക്കളെയെല്ലാം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പട്ടിക വന്നതിന് പിന്നാലെ വല്ലാത്ത ആഭ്യന്തര കലഹമാണ് കർണാടകയിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറകിൽ കാണുന്ന KPCCയുടെ ഈ വാതിലുകൾ ബി.ജെ.പി. നേതാക്കൾക്കായി തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇതിൽ ഏറ്റവും മുൻപൻ DV സദാനന്ദ ഗൗഡയാണ്. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി, ഇങ്ങനെ എല്ലാവിധ പദവികളും അലങ്കരിച്ച നേതാവ്. പക്ഷേ ഇക്കുറി ബംഗളൂരു നോർത്തിൽ ഗൗഡയ്ക്ക് സീറ്റ് നിഷേധിച്ചതോടുകൂടി തന്നെ ബി.ജെ.പി. നേതൃത്വവുമായി ഗൗഡ ഇടഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് വൊക്കലിഗ സമുദായത്തെ അവഗണിച്ചു എന്നുള്ള വികാരമാണ് സദാനന്ദ ഗൗഡ ആദ്യം ഉയർത്തിയത്. ഇതിന് പിന്നാലെ DK ശിവകുമാറുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾ വന്നു. എന്നാൽ ഇതൊന്നും സദാനന്ദ ഗൗഡ നിഷേധിച്ചിട്ടില്ല. പകരം ചൊവ്വാഴ്ചയോടുകൂടി തന്നെ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് സദാനന്ദ ഗൗഡ പറയുന്നത്. ഏതായാലും സദാനന്ദ ഗൗഡയ്ക്ക് പിന്നാലെ ആരൊക്കെ പോകും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മുൻമന്ത്രി JC മധുസ്വാമിയൊക്കെ പോകാനായി കാത്തുനിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതുമാത്രമല്ല, ബി.ജെ.പി. കർണാടകയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതായത് ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. ശിവമോഗയിൽ മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ യെദ്യൂരപ്പയോട് ഇടഞ്ഞുകൊണ്ട് വിമതനായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. സീറ്റ് നിഷേധിക്കപ്പെട്ട 8 MP-മാരെങ്കിലുമുണ്ട്. ഇതിൽ CT രവി, മുൻ സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കട്ടീൽ എന്നിങ്ങനെ പോകുന്നു ആ പട്ടിക. ഇവരിൽ പലർക്കും അതൃപ്തിയുണ്ട്. ഇതൊക്കെ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക ഏതായാലും നേതൃത്വത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇടപെട്ടുകൊണ്ട് എതിർ സ്വരങ്ങളെയെല്ലാം തന്നെ അടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കർണാടകയിലെ ബി.ജെ.പി. നേതൃത്വം. അപ്പോഴും വലിയ പ്രതീക്ഷകളോടുകൂടി ഈ KPCCയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ കേവലം 1 സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇക്കുറി പകുതി സീറ്റെങ്കിലും അല്ലെങ്കിൽ 20 സീറ്റിൽ അധികമെങ്കിലും നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതിനായി ബി.ജെ.പിയിൽ നിന്ന് ഇടഞ്ഞു വരുന്ന നേതാക്കൾക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു KPCC.